പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞാൻ വരുന്നത് കൂത്താട്ടുകുളത്തു നിന്നാണ്. ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തത് 26 ജൂലൈ 2024 ഞാൻ വരാനുള്ള കാരണം വരാൻ കാരണമായത് എൻ്റെ ഹസ്ബൻഡ് UK വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു വീട് ശരിയാകാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ വീടിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ വീട് ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യമായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, മാതാവേ, എനിക്ക് വീട് ശരിയാവുകയാണെങ്കിൽ ഞാൻ വീടില്ലാത്ത ഒരാൾക്ക് എന്നാൽ പറ്റുന്നത് ചെയ്യും എന്ന്. ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ ഒരു തുക അവരുടെ വീട്ടിൽ ആ ചേച്ചി അറിയാതെ അവിടെ വെച്ചിട്ട് പോകുന്നതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പിറ്റേന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു വീട് ശരിയായി എന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിസ പ്രോസസ്സ് എൻ്റെയും 2 കുഞ്ഞുങ്ങളുടെയും കറക്റ്റ് സമയത്ത് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 5 തൊട്ട് 20 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ 5 ദിവസത്തിനുള്ളിൽ വിസ പ്രോസസ്സിങ് നടന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് റിസീവ് ചെയ്തു കുഞ്ഞുങ്ങളുടെയും. അതുപോലെ ഞാൻ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ടെസ്റ്റ് അപ്പിയറായി, 2 പ്രാവശ്യം ഫെയിലായി. 3ാമത്തെ തവണ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടിയ കാഴ്ചദ്രവ്യമായ ഉപ്പും തൈലവും എൻ്റെ കവറിനുള്ളിൽ വെച്ചാണ് പോയത്. ആ ടെസ്റ്റ് ഞാൻ പാസ്സാവുകയും കഴിഞ്ഞ ആഴ്ച ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് റിസീവ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ ശ്വാസം മുട്ടുള്ള ആളാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയ്ക്കുമ്പരും ചുമയും പോയി. ആൻറ്റിബയോട്ടിക് എടുക്കാതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ അസുഖം ഭേദമായിട്ടില്ല. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞിന് അസുഖം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് അത് മാറിക്കിട്ടി. പിന്നെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മുന്നിൽ ഞാൻ ആര് വന്നാലും, എൻ്റെ വീട്ടിൽ ഒരു സഹായം ചോദിച്ച് ആര് വന്നാലും ഞങ്ങൾ എപ്പോഴും എന്നാൽ കഴിയുന്ന വിധം ചെയ്യാറുണ്ട്. ഇനിയും അത് ചെയ്യും എന്ന് ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്യും.